ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ തമ്പനിയിൽ കാണുന്ന പോലെ തന്നെ ഒരു കേരള സ്റ്റൈൽ നാടൻ ഏത്തക്ക ഇട്ട ബീഫ് കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഹോട്ടൽ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബീഫ് കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ഏത് പാനിലാണോ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എന്തോരം ബീഫാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ സവാള ഇടാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ വഴണ്ടി കിട്ടണം. അതിനുള്ള അതിനുള്ള ഓയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എരിവിനായിട്ടുള്ള പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട്, ചിലവർ പച്ചമുളക് ചതച്ചും ചേർക്കും കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ പച്ചമുളക് അരിഞ്ഞിട്ട് വെളുത്തുള്ളി ചതച്ചാണ് ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളിയൊക്കെ ബീഫിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക, കാര്യം നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും കൂടി ചേർക്കണം. ഇഞ്ചിയും നമുക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ, പക്ഷെ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇഞ്ചിയും ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ കറി ഉണ്ടാക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതൊന്ന് വഴറ്റി കിട്ടാനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ വഴറ്റി കിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വേപ്പില ആഡ് ചെയ്ത്, നമ്മുടെ ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെയും ഇളക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോൾ നമ്മൾ ഓരോ പൊടികളായിട്ട് ഇതിലേക്ക് ഇടാം. ആദ്യം തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി. ഈ മൂന്ന് പൊടികളാണ് നമ്മൾ ആദ്യം ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മസാല ചേർത്ത് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് വിടാം, പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാര്യം നമ്മളിപ്പോൾ വെള്ളം ചേർക്കില്ല, നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇതിലോട്ട്. നമ്മൾ വെള്ളം നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചിരിക്കുന്ന അതേ വെള്ളം തന്നെ ആയിരിക്കും ചേർക്കുക, അല്ലാതെ നമ്മൾ വേറെ പച്ചവെള്ളം ഇതിലേക്ക് ചേർക്കില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് മസാലയുടെ നമ്മുടെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന അത്രയും നേരം നമ്മൾ ഇളക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പും ബീഫ് മസാല കുറച്ചും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം അങ്ങനെ തന്നെ, നമ്മൾ വേറെ വെള്ളം ചേർക്കില്ല എന്ന് പറഞ്ഞില്ല, ഈ വെള്ളമാണ് നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ ഈ സവാള വഴറ്റി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേറെ പച്ചവെള്ളം ചേർക്കാതിരുന്നാൽ നമ്മൾക്ക് ഈ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ബീഫ് വേവിച്ചത് കുറച്ച് ബീഫ് മസാലയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടാണ്. എന്നിട്ട് നല്ല പാകത്തിന് വേവായപ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് ഫുൾ വെള്ളം എടുത്തില്ല, കുറച്ച് വെള്ളം നമ്മുടെ ബീഫ് കറിക്ക് പാകമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിം ചേഞ്ചറായിട്ടുള്ള ഏത്തക്കായ ഇവിടെ ഞാൻ അതേ സൈസിൽ, ബീഫിൻ്റെ അതേ സൈസിൽ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ചു നേരം വെള്ളത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത ഏത്തക്കായാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഏത്തക്കായ ഇടാം കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിട്ടാണ് ബീഫ് കറി വെക്കാൻ ഇഷ്ടമെങ്കിൽ ഈ ഏത്തക്കയുടെ സ്ഥാനത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബീഫും കുറച്ചും കൂടി നന്നായിട്ട് വേകണം, ഏത്തക്കായും കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ബീഫും ഏത്തക്കായും അത്യാവശ്യം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി ഗ്രേവി ആയിട്ട് നമ്മുടെ നാടൻ കേരള സ്റ്റൈൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ഈ കറി ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.